കൊടൈക്കനാലിലേക്ക് ഇങ്ങനെ നടന്ന് ട്രക്ക് ചെയ്താലോ? തേനി അടുത്തുള്ള കുംഭകോരെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിന്ന് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രക്ക് തമിഴ്നാടിൻ്റെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോയത്. കുറേ അധികം നല്ല ഭംഗിയുള്ള സ്ട്രീംസൊക്കെ അങ്ങനെ ചാടിക്കടന്ന് നമ്മളങ്ങനെ മുന്നോട്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കഴുതക്കൂട്ടങ്ങളെ കാണാം. വെള്ളഗവി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഈ കഴുതകളല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നമ്മളങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങുന്നത് മൊത്തം വെള്ളഗവി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. കാരണം ഏകദേശം 28ഓളം ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഗ്രാമവാസികളും പുറത്തുനിന്ന് വരുന്നവരും എല്ലാം ഇവരുടെ ഊരിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ വിശന്ന് വലഞ്ഞെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആഹാരം ഉണ്ടാക്കി തരും. എൻ്റെ ദൈവമേ, അത് കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ചൂടൻ കട്ടൻ കാപ്പി മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ മനോഹാരിതയെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് അങ്ങനെ നീങ്ങി. നല്ല അഗ്രഹാരങ്ങൾ പോലെ പണിതേക്കുന്ന ഒരുപാട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള കുറേ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരിടം. ഒരു ഹോസ്പിറ്റൽ പോലും ഇതിനകത്തില്ല. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ആ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾക്ക് ട്രക്ക് തമിഴ്നാടിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ടെൻറ്റിങ്ങിൻ്റെ ക്യാമ്പിംഗ് സൈറ്റിലേക്കായിരുന്നു ഞങ്ങൾ എത്തിയത്. അവിടെ ഞങ്ങൾ ഈ രീതിയിലുള്ള ക്യാമ്പ് ഫയറുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ നൈറ്റ് ആഘോഷിച്ചതിന് ശേഷം രാവിലെ ഞങ്ങളെല്ലാവരും വെള്ളഗവിയുടെ നേരെ മുകളിലേക്ക് നടന്നു കയറി അങ്ങനെ ഒരു കിടിലൻ സൂര്യോദയം കാണാനായിട്ട് സാധിച്ചു. രാവിലെ വീണ്ടും ട്രക്ക് തമിഴ്നാടിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വീണ്ടും കൊടൈക്കനാലിലേക്ക് ട്രക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏകദേശം മൊത്തം 14-15 കിലോമീറ്ററോളം ഉള്ള ഹെവി ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു എൻറ്റയർ കൊടൈക്കനാലിലേക്കുള്ള നടന്നൊരു ട്രക്കിംഗ് ഉണ്ടായത്.